ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 50 പദവികൾ നമ്മൾ പഠിച്ചായിരുന്നു. കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 60 പദവികളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ലിസ്റ്റ് ആക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യാം, പിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓക്കെ എല്ലാം എഴുതിയെടുത്തൊക്കെ പഠിച്ചോണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരുകളൊക്കെ പഠിക്കണില്ലേ, അപ്പം നിങ്ങളൊന്ന് എഴുതിയൊക്കെ വെച്ചോണം. ഇത്രയും പേരുകളൊക്കെ ആകുമ്പോൾ പലതും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് എഴുതി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. നോക്കാം. ഒന്നാമത്തത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കുട്ടികളെ? അലക്സാണ്ടർ തോമസ് ആണ് അല്ലേ? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ് അല്ലേ? വി ഹരി നായരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കുട്ടികളെ? വി ഹരി നായരാണ്. അടുത്ത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ അത് പഠിക്കുക എളുപ്പമാണ്. ഈ കെ വി നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നോർത്താൽ മതി. ബാലാവകാശം കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേടാ. അപ്പം കുട്ടികൾക്ക് വേണ്ടി മനോജ് കുമാർ, കെ വി മനോജ് കുമാർ കേട്ടോ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ. അടുത്ത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി ആണ് കേട്ടോ. ബി എസ് മാവോജി ആണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് കുട്ടികളെ? ബി എസ് മാവോജി. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ജി ശശിധരൻ. ജസ്റ്റിസ് ജി ശശിധരൻ ആണ് കേട്ടോ. ജസ്റ്റിസ് ജി ശശിധരനാണ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ. ജി ശശിധരനാണ്. അടുത്ത യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് അറിയോ? സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാനാണ് എം ഷാജറാണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, PSC ചെയർമാൻ, സംസ്ഥാന PSC ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? എം ആർ ബൈജു ആണ് അല്ലേ? എം ആർ ബൈജു ആണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. എം ആർ ബൈജു ആണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തത് ഏഴാമത്തെ ധനകാര്യ കമ്മീഷനാണ് കെ എൻ ഹരിലാലാണ്. ഏഴാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് കുട്ടികളെ? കെ എൻ ഹരിലാലാണ്. ആറാമത്തത് എസ് എം വിജയാനന്ദാണ്. ആറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ശമ്പള കമ്മീഷൻ ചെയർമാൻ നിലവിലുള്ളത് 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാനാണ്. ഓക്കെ, കെ മോഹൻദാസ് ആണ് 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ. ആരാണ് കുട്ടികളെ? കെ മോഹൻദാസ് ആണ് 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, അടുത്ത് KSCEBCFC. വേറെ ഒന്നുമില്ല, നമ്മുടെ മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ. മനസ്സിലായ? മുന്നാക്കക്കാരിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് KSCEBCFC എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആരാണ് അതിൻ്റെ ചെയർമാൻ എന്നറിയാവോ? അതിൻ്റെ ചെയർമാൻ CN രാമചന്ദ്രൻ നായരാണ്. CN രാമചന്ദ്രൻ നായരാണ്. ഇതൊക്കെ പഠിച്ചോണേ. മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള കമ്മീഷനാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ചെയർമാൻ ആരാണ്? CN രാമചന്ദ്രൻ നായരാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പി സതീദേവിയാണ് അല്ലേ? വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. ഏഴാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് ആര്? പി സതീദേവി. ഓക്കെ, അപ്പോൾ ഈ പഠിച്ചതെല്ലാം ഒന്നുകൂടെ നമുക്ക് നോക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ, അടുത്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ. കുട്ടികൾക്ക് വേണ്ടി മനോജ് കുമാർ നോക്കുക. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി ആണ്. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരനാണ്. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് യുവജന കമ്മീഷൻ ചെയർമാൻ.
പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MR ബൈജു. അടുത്ത് 7ാമത് ധനകാര്യ കമ്മീഷൻ KN ഹരിലാലും 6ാമത് ധനകാര്യ കമ്മീഷൻ SM വിജയാനന്ദുമാണ്. അടുത്ത ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ K മോഹൻദാസ് ആണ്. അതുപോലെ തന്നെ മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ നായരും വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയുമാണ്. അത് 7ാമത്തതാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് അറിയാമോ നിങ്ങൾക്ക്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. A ഷാജഹാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഈ ഷാജഹാൻ തന്നെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെയും ചെയർമാൻ. സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷന്റെ ചെയർമാനും ആര് തന്നെയാണ്? A ഷാജഹാൻ തന്നെയാണ്. ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷന്റെ ചെയർമാനും ആര് തന്നെയാണ്? A ഷാജഹാൻ തന്നെയാണ്. അടുത്ത ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണെന്നറിയാവോ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വേറെ പദവിയാണ്, ചീഫ് ഇലക്ടറൽ ഓഫീസർ വേറെ പദവിയാണ്. ഞാൻ അത് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള കേരളം ഭരണവും ഭരണ സംവിധാനവും അതിലൊക്കെ ഞാൻ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് വ്യത്യാസമെന്ന്. അപ്പോൾ അത് ഡൗട്ടുള്ളവരൊന്ന് കണ്ടു നോക്കുക. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ രത്തൻ യു കേൽക്കർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ദുരന്ത നിവാരണ അതോറിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് പിണറായി വിജയനാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആണ് കുട്ടികളെ പിണറായി വിജയൻ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എപ്പോഴും റവന്യൂ മന്ത്രി ആയിരിക്കും അല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എപ്പോഴും റവന്യൂ മന്ത്രി ആയിരിക്കും. അതായത് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാണ്? K രാജനാണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. ആസൂത്രണ ബോർഡ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ആസൂത്രണ ബോർഡ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും കുട്ടികളെ? മുഖ്യമന്ത്രി ആയിരിക്കും. അത് പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാന്റെ പേര് VK രാമചന്ദ്രൻ ആണ് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. ആരുടെ? VK രാമചന്ദ്രൻ. നവകേരള കർമ്മ പദ്ധതിയുടെ ചെയർമാൻ, നവകേരള മിഷൻ ഒരു ക്ലാസ് ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാം, നവകേരള മിഷന്റെ ആ ഒരു ക്ലാസ് നമുക്ക് ഇട്ടുതരാം. ഇപ്പൊ പഠിക്കേണ്ട ചോദ്യങ്ങൾ വെച്ചിട്ട്. നവകേരള കർമ്മ പദ്ധതിയുടെ ചെയർമാൻ ആര് തന്നെയാണ്? അത് മുഖ്യമന്ത്രി തന്നെയാണ്. നവകേരള കർമ്മ പദ്ധതിയുടെ ചെയർമാൻ ആണ് കുട്ടികളെ? മുഖ്യമന്ത്രിയാണ് കേട്ടോ. നവകേരള കർമ്മ പദ്ധതിയുടെ കോഓർഡിനേറ്റർ ആരെന്നാണ് ചോദ്യം. നവകേരള കർമ്മ പദ്ധതിയുടെ കോഓർഡിനേറ്ററുടെ പേരാണ് TN സീമ. അറിഞ്ഞൂടാത്ത എല്ലാം എഴുതി പഠിക്കുക. നവകേരള കർമ്മ പദ്ധതിയുടെ കോഓർഡിനേറ്റർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ TN സീമയാണ്. ചീഫ് സെക്രട്ടറി, പുതിയ ചീഫ് സെക്രട്ടറി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ്. 50ാമത്തെ ചീഫ് സെക്രട്ടറി A ജയതിലകാണ്. A ജയതിലക് IAS ആണ് ചീഫ് സെക്രട്ടറി. അപ്പം നിലവില് കേരളത്തിലെ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ A ജയതിലക് IAS ആണ്. അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കുട്ടികളെ? കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. എന്ത് കുട്ടികളെ? നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ആരാണ് ലോകായുക്ത? സംസ്ഥാന ലോകായുക്ത ആരാണ്? സംസ്ഥാന ലോകായുക്ത N അനിൽകുമാറാണ്. N അനിൽകുമാറാണ് സംസ്ഥാന ലോകായുക്ത. നമുക്കറിയാം, നമ്മുടെ ലോകായുക്ത സംവിധാനത്തിൽ ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തമാരും ഉണ്ടാകും. അപ്പൊ അവരുടെയൊക്കെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. 2 ഉപലോകായുക്തമാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അശോക് മേനോൻ. പിള്ളേരെ പേരൊന്ന് പഠിച്ചോണം. അശോക് മേനോനാണ് ഒരാള്. രണ്ടാമത്തെ ആള് ഷിർസി V ആണ് കേട്ടോ. ഷിർസി V ആണ് രണ്ടാമത്തെ ആള്. ഓക്കെ, അപ്പൊ ലോകായുക്ത N അനിൽകുമാർ. ഉപലോകായുക്തമാർ ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അശോക് മേനോനും ഷിർസി വിയുമാണ് കേട്ടോ. ഉപലോകായുക്തമാർ ആരൊക്കെയാണ്? അശോക് മേനോനും ഷിർസി വിയുമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എപ്പോഴും റവന്യൂ മന്ത്രി ആയിരിക്കും. അതുകൊണ്ട് K രാജനാണ് നിലവിലെ ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ.
ആസൂത്രണ ബോർഡ് ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. നിലവിൽ പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡ് ചെയർമാൻ. അടുത്ത ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രനാണ് നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. നവകേരള കർമ്മ പദ്ധതിയുടെ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് നവകേരള കർമ്മ പദ്ധതിയുടെ ചെയർമാൻ. ഓക്കെ, നവകേരള കർമ്മ പദ്ധതിയുടെ കോർഡിനേറ്റർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ TN സീമയാണ് നവകേരള കർമ്മ പദ്ധതിയുടെ കോർഡിനേറ്റർ. അതുപോലെ ചീഫ് സെക്രട്ടറി 50ാമത്തെ ചീഫ് സെക്രട്ടറിയെ നിയമിക്കപ്പെട്ടത് A ജയതിലക് IAS ആണ്. A ജയതിലക് IAS ആണ് 50ാമത്തെ ചീഫ് സെക്രട്ടറിയെ നിയമിക്കപ്പെട്ടത്. അടുത്ത അഡ്വക്കേറ്റ് ജനറൽ, കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആണെന്ന് കേട്ടാൽ K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ലോകായുക്ത ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ N അനിൽകുമാറാണ് ലോകായുക്ത. ഉപലോകായുക്തമാർ ആരൊക്കെ എന്ന് കേട്ട് കഴിഞ്ഞാൽ അശോക് മേനോനും ഷിർസി വിയുമാണ്. അശോക് മേനോനും ഷിർസി വിയുമാണ് ഉപലോകായുക്തമാർ. ഓക്കെ, സെറ്റല്ലേ? ഇത്രയും. അടുത്ത ഭാഗത്തേക്ക് പോവാം. പിള്ളേരെ, KAT ചെയർമാൻ എന്താണ്? ഈ KAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KAT എന്താണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതാണ് KAT എന്ന് പറയുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് എന്തെന്ന് പറയുന്നത്? KAT എന്ന് പറയുന്നത്. ഓക്കെ, KATയുടെ ചെയർമാൻ ആണെന്നറിയോ? KATയുടെ ചെയർമാൻ പിള്ളേരെ CK അബ്ദുൾ റഹീം ആണ് കേട്ടോ. CK അബ്ദുൾ റഹീം ആണ് നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ. ആരാണ് കുട്ടികളെ? CK അബ്ദുൾ റഹീം ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 39ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ നിതിൻ മധുകർ ജാംദർ. നിതിൻ മധുകർ ജാംദർ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിതിൻ മധുകർ ജാംദർ ആണ് 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്ത നിയമസഭ പ്രോട്ടേം സ്പീക്കർ ആരാണ്? ആരായിരുന്നു? 15ാം നിയമസഭയാണ് ഇപ്പോൾ ഉള്ളത്. 15ാം നിയമസഭയാണ്. ഈ 15ാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു കേട്ട് കഴിഞ്ഞാൽ അത് PTA റഹീം ആയിരുന്നു 15ാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ. നിലവിലെ നിയമസഭാ സ്പീക്കർ എല്ലാവർക്കും അറിയായിരിക്കും. നിലവിലെ നിയമസഭാ സ്പീക്കർ ആരാണ് കുട്ടികളെ? നിലവിലെ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ് അല്ലെ? AN ഷംസീർ ആണ് നിലവിലെ നിയമസഭാ സ്പീക്കർ. ആരാണ്? AN ഷംസീർ ആണ് നിയമസഭാ സ്പീക്കർ. അടുത്ത് നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ് നിലവിലെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്ത ചീഫ് വിപ്പ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അതായത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കാരിനും പാർട്ടിക്കും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ LDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണല്ലോ കേരളം ഭരിക്കുന്ന സർക്കാർ. അപ്പൊ ആ സർക്കാരിനും അതുപോലെ തന്നെ ആ ഒരു പാർട്ടിക്കും ഇടയിൽ നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. നിലവിലെ ചീഫ് വിപ്പ് ആണെന്ന് കേട്ട് കഴിഞ്ഞാല് പിള്ളേരെ N ജയരാജാണ്. N ജയരാജ് ആണ് നിലവിലെ ചീഫ് വിപ്പ്. പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രതിപക്ഷ നേതാവ് ആരാണ് കുട്ടികളെ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അല്ലെ? VD സതീശനാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ്. VD സതീശനാണ്. ഓക്കെ, കേരള നിയമസഭയുടെ സെക്രട്ടറി, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ പദവികൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സഭയിൽ, അതായത് ഇപ്പൊ രാജ്യസഭയായാലും ലോകസഭയായാലും അതുപോലെ സംസ്ഥാന നിയമസഭയായാലും അവിടുത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ സെക്രട്ടറി ആയിരിക്കും. അപ്പൊ കേരള നിയമസഭയുടെ സെക്രട്ടറി ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ N കൃഷ്ണകുമാറാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണം. N കൃഷ്ണകുമാറാണ് കേരള നിയമസഭ സെക്രട്ടറി. അടുത്ത കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ് അല്ലെ? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടേതാണെങ്കിൽ PT ഉഷയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ V സുനിൽകുമാറാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് കുട്ടികളെ. V സുനിൽകുമാറാണ്. അടുത്ത് DGP അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നമുക്ക് അങ്ങനെ ചോദിക്കും. ആരാണ് DGP എന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഷേഖ് ദർവേഷ് സാഹിബ്. ഷേഖ് ദർവേഷ് സാഹിബാണ് നിലവിലെ DGP അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ആരാണ് കുട്ടികളെ? ഷേഖ് ദർവേഷ് സാഹിബാണ്. അടുത്ത് ഫയർഫോഴ്സ് മേധാവി ആരാണ്? നിലവിലെ ഫയർഫോഴ്സ് മേധാവി മനോജ് എബ്രഹാം ആണ് കേട്ടോ. മനോജ് എബ്രഹാം IPS ആണ് നിലവിലെ ഫയർഫോഴ്സ് മേധാവി. ആരാണ് കുട്ടികളെ? മനോജ് എബ്രഹാം IPS ആണ്.
അടുത്ത സംസ്ഥാന ജയിൽ മേധാവി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ബൽറാം കുമാർ ഉപാധ്യ. ആരാണ് കുട്ടികളെ? ബൽറാം കുമാർ ഉപാധ്യയാണ് സംസ്ഥാന ജയിൽ മേധാവി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇത്രയും ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. KAT ചെയർമാൻ, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ CK അബ്ദുൾ റഹീമാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 39ാമത്തെ ആളാണ് നിതിൻ മധുക്കർ ജാംദർ ആണ്. നിയമസഭ പ്രോട്ടേം സ്പീക്കർ 15ാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ PT റഹീമാണ്. അടുത്ത നിയമസഭ സ്പീക്കർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ AN ഷംസീർ. ഈ പ്രോട്ടേം സ്പീക്കർ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത് വരെ മാത്രമേ പ്രോട്ടേം സ്പീക്കറിന് അധികാരങ്ങളുള്ളൂ. അത് ആരായിരുന്നു എന്ന് കേട്ടാൽ PT റഹീമാണ് കേട്ടോ, PT റഹീമാണ്. ഇപ്പൊ അധികാരം സ്പീക്കർക്കാണ്, AN ഷംസീർ ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ചീഫ് വിപ്പ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ N ജയരാജ് ആണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നിയമസഭയുടെ സെക്രട്ടറി N കൃഷ്ണകുമാർ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ PT ഉഷയും. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരെന്ന് കേട്ടാൽ V സുനിൽകുമാറുമാണ്. അടുത്ത DGP ഷെയ്ഖ് ദർവൈസ് സാഹിബാണ് DGP. ഫയർഫോഴ്സ് മേധാവി മനോജ് എബ്രഹാമാണ്. മനോജ് എബ്രഹാമാണ് ഫയർഫോഴ്സ് മേധാവി. സംസ്ഥാന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യ. ബൽറാം കുമാർ ഉപാധ്യയാണ് സംസ്ഥാന ജയിൽ മേധാവി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തിനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ്. ഇവിടെ ഇതൊക്കെ പ്രസിഡന്റാണ് ചോദിക്കുന്നത്. ഇവിടെ ചെയർമാനാണ് കൊടുത്തിരിക്കുന്നത്, പ്രസിഡന്റ് ആണ് K സച്ചിദാനന്ദൻ ആണ് കേട്ടോ. ഇവിടെ K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ ആണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റ് ആകുമ്പോൾ ആരാണ് കുട്ടികളെ? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അടുത്ത ലളിതകല അക്കാദമി ആകുമ്പോൾ ആരാണ്? ലളിതകല അക്കാദമി ആകുമ്പോൾ മുരളി ചീരോത്താണ് കേട്ടോ. മുരളി ചീരോത്താണ് ലളിതകല അക്കാദമിയുടെ ചെയർമാൻ. ആരാണ്? മുരളി ചീരോത്ത്. ഫോക്ലോർ അക്കാദമി ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണനാണ് ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. ആരാണ് കുട്ടികളെ? OS ഉണ്ണികൃഷ്ണനാണ്. അപ്പം ഈ പറഞ്ഞ നാലെണ്ണോടെ നോക്കി. കേരള സാഹിത്യ അക്കാദമി K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള ലളിതകല അക്കാദമി മുരളി ചീരോത്താണ്. കേരള ലളിതകല അക്കാദമി മുരളി ചീരോത്താണ്. കേരള ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണനാണ്. അടുത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ നമുക്കറിയാം, നമ്മുടെ രഞ്ജിത്ത് ആയിരുന്നു. അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അതിനുശേഷം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് വന്നത് പ്രേംകുമാർ ആണ് കേട്ടോ. പ്രേംകുമാർ, സിനിമാ നടൻ പ്രേംകുമാർ ആണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നു ഷാജി N കരുൺ. അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. ഷാജി N കരുൺ ആയിരുന്നു ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. അദ്ദേഹം അന്തരിച്ചു. പുതിയ ആള് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നവരെ അപ്പോയിന്റ് ആയിട്ടില്ല. ഓക്കെ, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുൺ ആണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ KC റോസക്കുട്ടിയാണ് കേട്ടോ. KC റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ. ആരാണ് കുട്ടികളെ? KC റോസക്കുട്ടിയാണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ. ഓക്കെ, അടുത്ത് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. ആരാണ് കുട്ടികളെ? മോഹനൻ കുന്നുമ്മലാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ ആണ് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ് കുട്ടികളെ? VP ജഗതി രാജാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. അടുത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ P രവീന്ദ്രൻ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KK സാജു ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. ഓക്കെ, ഈ പേരുകൾ വൈസ് ചാൻസലർമാരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ പിള്ളേരെ. ഓക്കെ, അപ്പം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ,
സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി, ചെണ്ട വിദ്വാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അതുപോലെ ലളിതകല അക്കാദമി മുരളി ചീരോത്താണ്. ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണനാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരുണായിരുന്നു, അദ്ദേഹം അന്തരിച്ചു, പുതിയ ആൾ വന്നിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ്. അടുത്ത് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ CT അരവിന്ദകുമാറാണ്. CT അരവിന്ദകുമാറാണ് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. അടുത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, നിലവിലെ വൈസ് ചാൻസലർ VP ജഗതി രാജാണ്. VP ജഗതി രാജാണ്. ആദ്യത്തേതാണ് മുബാറക് പാഷ ആദ്യത്തെ ആളായിരുന്നു കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ P രവീന്ദ്രനാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KK സാജു ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇത്രയും പഠിച്ചിരിക്കും. അടുത്ത മലയാള സർവകലാശാല വൈസ് ചാൻസലർ. മലയാള സർവകലാശാല വൈസ് ചാൻസലർ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിൽ അറിയപ്പെടുന്ന മലയാള സർവകലാശാല വൈസ് ചാൻസലർ L സുഷമ്മയാണ്. L സുഷമ്മയാണ് മലയാള സർവകലാശാല വൈസ് ചാൻസലർ. ആരാണ് കുട്ടികളെ? L സുഷമ്മയാണ്. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ KK ഗീതാകുമാരി. KK ഗീതാകുമാരിയാണ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ. KK ഗീതാകുമാരിയാണ്. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആണ് അടുത്ത് സിസ തോമസ് ആണ് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ സിസ തോമസ് ആണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ. അടുത്ത കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, നമ്മുടെ വയനാട് പൂക്കോട് സ്ഥിതി ചെയ്യുന്ന കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ KS അനിലാണ് കേട്ടോ. KS അനിലാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. KS അനിലാണ്. അടുത്ത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, KTU എന്ന് പറയും, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ K ശിവപ്രസാദ് ആണ് കേട്ടോ. K ശിവപ്രസാദ് ആണ് ടെക്നിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ. അടുത്ത കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്ക് പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ CEO, അത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. കേരള ബാങ്ക് പ്രസിഡന്റും കേരള ബാങ്ക് CEOയും. കേരള ബാങ്ക് CEO ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്ക് CEO. മലയാളം മിഷൻ ഡയറക്ടർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ. കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ, പ്രീവിയസ് ചോദ്യമാണ്. കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ മധുപാലാണ് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ. നമുക്കറിയാം മധുപാല് സിനിമാ നടനാണ്. മധുപാൽ പണ്ടത്തെ സിനിമയിലൊക്കെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അടുത്ത് കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ. കേരള കലാമണ്ഡലം ചാൻസലർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി LGS ചോദിച്ച ചോദ്യമാണ്. കേരള കലാമണ്ഡലം ചാൻസലർ അത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ മല്ലിക സാരാഭായി ആണ് കേട്ടോ. മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ. അടുത്ത് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ B അനന്തകൃഷ്ണനാണ് കേട്ടോ. B അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ. B അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് നോക്കേണ്ടത്. സംസ്ഥാന വിജിലൻസ് മേധാവി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ യോഗേഷ് ഗുപ്തയാണ് സംസ്ഥാന വിജിലൻസ് മേധാവി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് സെഷനും കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പിന്നെ നോക്കിക്കോ, മലയാള സർവകലാശാല വൈസ് ചാൻസലർ L സുഷമ്മയാണ്. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ KK ഗീതാകുമാരി. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ്. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ KS അനിലാണ്. കേരള ടെക്നിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ K ശിവപ്രസാദ്. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്ക് CEO ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്ക് CEO. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് മധുപാലാണ് ചെയർമാൻ.
കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ മല്ലിക സാരാഭായ്, കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ. സംസ്ഥാന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത IPS ആണ് സംസ്ഥാന വിജിലൻസ് മേധാവി. ഓക്കെ, അപ്പൊ നമ്മൾ 60 പ്രധാനപ്പെട്ട പദവികളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ പദവികൾ ഞാൻ പറയാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക, അതും കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു എന്ന് തോന്നുകയാണ്. ഓക്കെ, എനിക്ക് സമയം കുറച്ച് കുറവായിരുന്നു, ഒരു ക്ലാസ്സിന് മുമ്പാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഓക്കെ, നിങ്ങൾ എഴുതി പഠിക്കുക. ഞാൻ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിലൊക്കെ ഈ വൈസ് ചാൻസലർമാരൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് ഇപ്പം എന്തായാലും ഇത്രയും പേരുകൾ നോട്ടായിട്ട് എഴുതി പഠിക്കുക. ബാക്കി ഞാൻ നിങ്ങൾക്ക് കണക്ഷൻ ഉള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് നല്ല സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കണക്ഷൻസ് ഉള്ളത് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.